Good morning, students. The last class, adjoint of a matrix. अब adjoint of matrix കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ adjoint of matrix കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാട്രിക്സിന്റെ മൈനേഴ്സ് കണ്ടുപിടിക്കണം, അതിന്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ആ കോഫാക്ടേഴ്സ് എന്ന് പറയുന്ന മാട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് adjoint of matrix ആയി. അപ്പോൾ ഒരു മാട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. നോട്ട്ബുക്കിൽ എഴുതി വെച്ച ഹെഡിങ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ്. ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് മാട്രിക്സ് അറിയണം, അതുപോലെ ഡിറ്റർമിനന്റ് വാല്യൂ അറിയണം മാട്രിക്സിന്റെ. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം ഒരു മാട്രിക്സിന്റെ. ഇപ്പം എ എന്ന് പറയുന്ന മാട്രിക്സ് ആണെങ്കിൽ അതിന്റെ അഡ്ജോയിന്റ് അഡ്ജ് എ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഡെപ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് കിട്ടും. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് വായിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എ എന്നാണ്. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എ കണ്ടുപിടിക്കണമെങ്കിൽ അഡ്ജോയിന്റ് എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. ഓക്കെ, അപ്പം ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് എന്ന് എഴുതിയതിനു ശേഷം ഹെഡിങ് എഴുതാം. സൈഡ് ഹെഡിങ് എഴുതിയ ശേഷം ഇതും കൂടി എഴുതിയെടുക്കാം. If two square matrix A and B are each such that AB equal BA, AB equal BA equal I. നോക്കണം, AB equal BA equal I. അപ്പോൾ എ എന്ന് പറയുന്ന മാട്രിക്സും ബി എന്ന് പറയുന്ന മാട്രിക്സും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന മാട്രിക്സും എ എന്ന് പറയുന്ന മാട്രിക്സും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മാട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഒന്നെങ്കിൽ ബി എയുടെ ഇൻവേഴ്സ് എന്നും അല്ലെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് എന്നാണ് പറയാൻ നടത്തുന്നത്. എഴുതിയോ? എ ബി ഈക്വൽ ബി എ ഈക്വൽ ഐ. കോമ കൊടുക്കാം. which I is the identity matrix, which I is the identity matrix, then B is called the inverse of A. B is called the inverse of A. That is B equal inverse of A. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എന്താണ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ മാട്രിക്സ് ഇപ്പോൾ എയും ബിയും രണ്ട് മാട്രിക്സ് ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന മാട്രിക്സിനെ ബി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും അതല്ല ബി എന്ന് പറയുന്ന മാട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് ഒരു ഐഡന്റിറ്റി മാട്രിക്സ് ആണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബി എയുടെ ഇൻവേഴ്സ് എന്നും എ ബിയുടെ ഇൻവേഴ്സ് എന്നും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ആയിരിക്കും നടക്കും. അപ്പം ഇവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടുകയാണെങ്കിൽ ഓരോ മാട്രിക്സും മറ്റൊന്നിന്റെ ഇൻവേഴ്സ് ആയി മാറുന്നതെന്ന് അർത്ഥം. എഴുതിയോ നോട്ട്ബുക്കിൽ? ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഫോർമുല എഴുതാം. ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് എ. ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എ ബ്രാക്കറ്റില് അതിനെ ഡിനോട്ട് ചെയ്യുന്ന എ ഇൻവേഴ്സ് വായിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ഫോർമുല ശ്രദ്ധിച്ചോ, അഡ്ജോയിന്റ് അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡെപ്ത് എ. ഇതാണ് ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, എഴുതിയോ? അപ്പോൾ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് നമ്മൾ പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ, then ready question, simple question.
Find inverse of a matrix A equal. Find inverse of matrix A equal 1, 2, 3, 4. 1, 2, 3, 4. എഴുതിയോ? അപ്പോൾ ഈ മാട്രിക്സിന് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പോൾ ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും എന്നർത്ഥം, അതായത് റോയും കോളും സെയിം ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് 2x2 ഓർഡറുള്ള മാട്രിക്സ് ആണ്. നമുക്ക് 3x3 ഓർഡറുള്ള മാട്രിക്സിലെ ചെയ്യാനുണ്ട്. അപ്പോൾ 2x2 ഓർഡറുള്ള ഒരു മാട്രിക്സിന്റെ ഡെറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അതുപോലെ എങ്ങനെയാണ് ഇതിന്റെ അഡ്ജോയിന്റ് കാണാൻ? ഇത് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ മാട്രിക്സിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എഴുതിയോ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇനി നമ്മൾ ഇത് ചെയ്ത് നോക്കട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്ത് തരും. ഇതേ രൂപത്തിലോ അല്ലെങ്കിൽ 3x2 ഓർഡറിലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പഠിക്കണം. എസ് എ ടൈപ്പ് ചോദ്യമായി മാറുന്നതാണ് ഇത്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ്. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ എഴുതിക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണാം. സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റ് എ ആദ്യം കണ്ടുപിടിക്കാം. ഡെറ്റ് എ. പക്ഷെ എന്താ അറിയാം, ഡെറ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 കിട്ടാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് ഡെറ്റ് എ 0 അല്ലാത്ത വേറെ ഏതെങ്കിലും രൂപത്തിൽ സിംഗുലർ മെട്രിക്സ്, നോൺ സിംഗുലർ മെട്രിക്സ് എന്നാണ് പറയാം. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 കിട്ടി കഴിഞ്ഞാൽ സിംഗുലർ മെട്രിക്സും, ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ നോൺ സിംഗുലർ മെട്രിക്സ് എന്നാണ് പറയാം. അപ്പം ഡെറ്റ് എ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് 0 ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, നോട്ട് ഡിവൈൻഡ് ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കണം, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൽ എന്ത് കണ്ടുപിടിക്കാം? ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഴുതിക്കാം. ഡെറ്റ് എ ഈക്വൽ 1, 2, 3, 4 ഈക്വൽ 1 into 4 minus 3 into 2 3 into 2 that is equal 4 minus 6. അതായത് മൈനസ് ആണ് ഡെറ്റ് വാല്യൂ. അപ്പോൾ 1 into 4 4 minus 3 into 2 6 4 minus 6 that is equal minus 2. അപ്പോൾ ഡെറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിന്റെ അഡ്ജോയിന്റ് കാണാൻ പോകുന്നു. ഓക്കെ, എന്താണ് ഡെറ്റ് വാല്യൂ കിട്ടി? എന്താണ് ഡെറ്റ് വാല്യൂ കിട്ടി? എന്താണ്? -2. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഈ a ഈക്വൽ 1, 2, 3, 4 ആണെങ്കിൽ നമുക്ക് ഈ മാട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ 1ന്റെ മൈനർ ഏതാ? 4. 2ന്റെ മൈനർ ഏതാ? 3. 4ന്റെ മൈനർ ഏതാ? 1. 3യുടെ മൈനർ ഏതാ? 2. അപ്പൊ മൈനർ നമ്മൾ ആദ്യം എഴുതി വെക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം 1ന്റെ മൈനർ 4 ആണ്, 2ന്റെ മൈനർ 3 ആണ്, 3യുടെ മൈനർ 2 ആണ്, 4ന്റെ മൈനർ 1 ആണ്. ഇനി നമുക്ക് ഇതിന്റെ കോഫാക്ടർ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാ കോഫാക്ടർ കാണാം? ആദ്യം 1 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടോ. കോഫാക്ടർ ഓഫ് എലമെന്റ് 1 ഈക്വൽ ഈ 1ന്റെ അത് എവിടെ കിടക്കുന്ന 1 1 വേണമെങ്കിൽ അത് എഴുതി വെച്ചാൽ മൈനർ 1 1 ഈക്വൽ ഏതിന്റെ 1ന്റെ ഏതാണ്? ഇതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സോറി, മൈനർ 1 1 നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കോഫാക്ടർ കണ്ടുപിടിക്കുന്ന നമ്മളെന്താ എലമെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് -1 all raised to I plus j. ഇതിന്റെ അഡ്രസ് എന്താ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇൻറ്റു 1 + 1 എഴുതും. I plus j എന്ന് പറഞ്ഞാൽ 1 + 1. ഓക്കെ, ഇനിയോ ഇൻറ്റു മൈനർ ഏതാ? 1ന്റെ മൈനർ ഏതാ? 4. അപ്പൊ നമ്മൾ 4 എഴുതി. ഈക്വൽ -1 all square into 4. -1 all square 1 ആണ്. 1 into 4 4. അപ്പൊ ഏതിന്റെ കോഫാക്ടർ കിട്ടി? 1ന്റെ കോഫാക്ടർ 4 എന്ന് കിട്ടി. അപ്പൊ 1ന്റെ കോഫാക്ടർ എന്തായിട്ട് 4 എന്ന് കിട്ടി. 1ന്റെ കോഫാക്ടർ 4. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പം എഴുതിക്കാം. കോഫാക്ടർ ഓഫ് എലമെന്റ് 2 ഈക്വൽ -1 all raised to എവിടെയാ 2 കിടക്കുന്നത്?
ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം 1 പ്ലസ് 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം ഇൻറ്റു എന്താ 2 ന്റെ മൈനർ 3 equal minus 1 all cube into 3 that is equal minus 1 all cube minus 1 into 3 minus 3 അപ്പോൾ ഇതിന്റെ കോഫാക്ടർ 2 എന്ന് പറയുന്ന ഈ എലമെന്റിന്റെ കോഫാക്ടർ ഏതാ 3 അപ്പോൾ 2 ന്റെ കോഫാക്ടർ minus 3 ഇനി നമ്മൾ ഇതിന്റെ കാണാൻ പോകുന്ന എഴുതത്തില്ലേ ഈ രണ്ട് കോഫാക്ടർ എങ്ങനെയാണ് കിട്ടിയത് നോക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് റോയിൽ എലമെന്റ് കോഫാക്ടർ ആണ് ഏതാണ് ആ കോഫാക്ടർ എഴുതിയിരിക്കുന്നില്ലേ ഇവിടെ എഴുതിയോ അപ്പോൾ ഏതാ 3 കോഫാക്ടർ ഓഫ് എഴുതിക്കോ കോഫാക്ടർ ഓഫ് എലമെന്റ് 3 ഈക്വൽ കോഫാക്ടർ ഓഫ് എലമെന്റ് 3 ഈക്വൽ -1 ഓൾവേസ് ടു സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 പ്ലസ് 1 ഇൻറ്റു 3 യുടെ മൈനർ ഏതാ 2 that is equal -1 all raised to 3 into 2 that is equal -1 all cube -1 -1 into 2 -2 അപ്പോൾ ഏതിന്റെ കോഫാക്ടറിറ്റി 3 എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടർ -2 3 എന്ന് പറയുന്ന കോഫാക്ടർ -2 ഓക്കേ then next നമ്മൾ 4 എടുക്കുക കോഫാക്ടർ ഓഫ് എലമെന്റ് 4 ഈക്വൽ കോഫാക്ടർ ഓഫ് എലമെന്റ് 4 equal cofactor of element 4 equal -1 all raised to 4 എവിടെ കിടക്കുന്ന സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ 2 plus 2 into 4 ന്റെ മൈനർ ഏതാ 1 that is equal -1 all raised to 4 into 1 that is equal -1 all raised to 4 that is equal 1 into 1 അപ്പോൾ ഇതിന്റെ 4 ന്റെ കോഫാക്ടർ 1 ഇതാണ് കോഫാക്ടർ ഓഫ് എലമെന്റ് എ റെഡി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ആയി അപ്പോൾ ഇതെടുത്ത് എഴുതാം ഫസ്റ്റ് ഏതാ 1 ന്റെ കോഫാക്ടർ 4 എന്ന് എഴുതാം 2 ന്റെ കോഫാക്ടർ -3 എന്ന് എഴുതാം 3 യുടെ കോഫാക്ടർ -2 എഴുതാം 4 ന്റെ കോഫാക്ടർ 1 എന്ന് എഴുതാം അപ്പോൾ നമുക്ക് ഈ മാട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ ഇത് കോഫാക്ടർ ആണ് ഇതിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ആയി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻസറിലേക്ക് വരുന്നു അഡ്ജോയിന്റ് എടുത്ത് എഴുതാം എഴുതിക്കോ അഡ്ജോയിന്റ് അഡ്ജ് എ ഈക്വൽ ഏതിന്റെ ഈ കോഫാക്ടറുടെ ട്രാൻസ്പോസ് അപ്പോൾ എന്താ ഈ റോ കോളമായി അതായത് 4 -3 ഫസ്റ്റ് റോ കോളമായി സെക്കൻഡ് -2 1 ഇതാണ് അഡ്ജ് എ അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് എ കിട്ടി ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എ ഈക്വൽ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് എ ഈക്വൽ എന്താണ് ഫോർമുല അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡ് ബൈ det എ ഈക്വൽ അഡ്ജോയിന്റ് ഓഫ് എ ഏതാ 4 -2 പിന്നെ -3 then 1 all divided by det a -2 കൃത്യമായിട്ട് പോകുന്നെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അതേ രൂപത്തിൽ ഫ്രാക്ഷൻ വെച്ച് എഴുതി നോക്കാം ആൻസർ ഞാൻ എഴുതുന്നു then last inverse of a ഏതാ 4 by -2 4 by -2 -2 -2 by -2 1 -3 by 2 3 by 2 എന്ന് എഴുതിയാൽ മതി then 1 by -2 -1 by 2 എന്ന് എഴുതിയാൽ മതി ഇതാണ് ഇൻവേഴ്സ് ഓക്കെ എങ്ങനെയാണ് ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ ഇത് 2/2 ഓർഡറിലുള്ള മാട്രിക്സ് ആണ് ഈ 2/2 ഓർഡറിലുള്ള മാട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നുവോ അതേ രൂപത്തിൽ ഒരു 3/3 ഓർഡറിലുള്ള മാട്രിക്സ് കിട്ടി കഴിഞ്ഞാലും അതിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ച് അതിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ആയി ആ അഡ്ജോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മാട്രിക്സിന്റെ ഡെറ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ ആ ഡെറ്റ് വാല്യൂ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ഇൻവേഴ്സ് ആയി ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ് രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം എഴുതിക്കാം ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ following matrices
following matrices. Number 1, A equal minus 1, 2, 3, minus 1. The 2 by 2 order ആണ് കേട്ടോ. Number 2, B equal, ഇതൊന്ന് ചെയ്ത് നോക്കാം, ഇത് 3 by 2 order ആണ്. 1, 2, 3, minus 1, 0, 5, 3, 1, 2. ഈ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നോക്കുക. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയ ശേഷം അത് വൃത്തിയിൽ ചെയ്യാം. എന്നിട്ട് ആൻസർ എനിക്ക് അയച്ചു തരണം. ഇത് രണ്ടും ചെയ്തതിൻ്റെ അറിയില്ലെങ്കിൽ നമുക്ക് ചോദിക്കണം എങ്ങനെയാണ് നമ്മൾ ഒരു മാട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ. ഓക്കെ, താങ്ക്സ്.